പള്ളികളിൽ ഇന്ന് പീഡാനുഭവ അനുസ്മരണമാണ്. കുരിശിൻ്റെ വഴി, ഉപവാസം, കയ്പുനീര് പാനം, ഇതിലൂടെയൊക്കെ ക്രിസ്തുവിൻ്റെ വേദനയിൽ നാം പങ്കുചേരുകയാണ്. ക്രിസ്തുവിൻ്റെ വേദനകളിൽ നാം ആത്മാർത്ഥതയോടെയാണ് പങ്കുചേർന്നിരുന്നെങ്കിൽ നമ്മുടെ ചുറ്റുപാടും സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഇത്രയധികം മനുഷ്യജീവിതങ്ങൾ ഉണ്ടാകുമായിരുന്നു. 14 സ്ഥലങ്ങൾ കുരിശിൻ്റെ വഴിയിൽ ക്രിസ്തുവിനൊപ്പം സഞ്ചരിച്ച് പിന്നീട് ഒരിടത്തും ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരികയല്ലേ. പല പ്രായത്തിൽ പല ദേശങ്ങളിലും ക്രിസ്തു ഉണ്ടായിരുന്നു. പക്ഷേ ആ മുഖം തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയാണ് നമുക്ക്. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീയെന്നോ പുരുഷനെന്നോ മുറിവേറ്റവനെന്നോ ഒറ്റപ്പെട്ടവനെന്നോ തകർന്നു പോയവനെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ എല്ലാം ശരീരങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഷ്ഠാനങ്ങളിൽ വേദനയോടെ പങ്കുചേർന്നാൽ മാത്രം പോരാ. 14 സ്ഥലം വിട്ട് 15 സ്ഥലത്ത് ക്രിസ്തുവിനെ തേടി ഇറങ്ങാൻ സാധിക്കണം. അങ്ങനെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ നാം തനിച്ചായേക്കാം. 30 വെള്ളിയുടെ പ്രലോഭനങ്ങൾ നമ്മളെ വശീകരിച്ചേക്കാം. പക്ഷേ അതിലൊന്നും വീഴാതെ ആ 15 സ്ഥലത്ത് കണ്ടെത്തിയ ക്രിസ്തുവിന് തണലാകാൻ നമുക്ക് സാധിക്കുമ്പോൾ നാം കുരിശിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ യോഗ്യത നേടുകയാണ്.